എന്ത് പറ്റി കൊറേ കാലമായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? കാര്യമുള്ളപ്പോ വന്നാ മതിയല്ല. എന്താ ഇപ്പൊ കാര്യം? എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സ്വന്തം കേശു മെർലിനും ആണ്. വെൽക്കം ടു അവർ ഷോ. നമസ്കാരം. എങ്ങനെയായിരുന്നു മണാലി യാത്രകളൊക്കെ? എങ്ങനെ ക്യാപ്പൊക്കെ വെച്ച് ഫോട്ടോ കിട്ടുന്നായിരുന്നു? എല്ലാരും മണാലി പോയി ചെയ്യുന്നൊരു കാര്യമല്ലേ ക്യാപ്പൊക്കെ വെച്ച്? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഒരു ഫോട്ടോ നമ്മള് മണാലി പോയിട്ട് അടുപ്പ് കൂട്ടിയിട്ട് എന്റെ മണ്ട കയറി ഇരിക്കാൻ പറ്റുവാണ്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. റോക്കറ്റിന്റെ ഡോറ് ഞാൻ തന്നെ തുറന്നു കൊടുത്തല്ല. എപ്പോഴും ഫ്ലൈയിങ് ഓൾവേസ് അപ്പ് ഇൻ ദി എയർ. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് നമ്മുടെ ഷോസ് ഒക്കെ? എങ്ങനെ പോകുന്നു നമ്മുടെ? എന്നാ നിങ്ങളുടെ ഷോ എങ്ങനെയാ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കില്ല. ഇത് എന്നെ റീക്കറ്റിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടി. ഓക്കെ, നിങ്ങളുടെ എപ്പിസോഡുകളൊക്കെ എങ്ങനെ പോകുന്നു? നിങ്ങളല്ലേ പറയണ്ടേ? ഞാനത് ചോദിക്കരുതായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് എന്താ അറിയോ? അവിടെ ഷൂട്ടൊക്കെ എങ്ങനെ പോകുന്നു? കറക്റ്റ് ആയിട്ട് ക്യാമറ ഒക്കെ എത്തുന്നുണ്ടോ? ലൈറ്റ് ഒക്കെ ഓൺ ആവുന്നുണ്ടോ? അത് ഞങ്ങളോടല്ല, ഡയറക്ടറെ വിളിച്ച് ചോദിക്കണം. ഇത് എന്ത് കഷ്ടമാണ്. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. ഇങ്ങനൊന്നല്ലടാ. ഇങ്ങനൊന്നല്ല. അതായത് ഉത്തമ ഞാൻ ഉദ്ദേശിച്ചത് മറ്റേതാ. ഏത്? അതാണോ ഉദ്ദേശിച്ചത്? എന്തായാലും ഉറപ്പിച്ച് ഓക്കെ, മുകളിലോട്ട് പോയി. ഇനി ഞാൻ താഴത്തേക്ക് എന്ന് എത്തും. ഇതെങ്ങനെ കേറിയതല്ല, എന്നെ കേറ്റിയതാ. ഞാനാണ് ഇതിന്റെ പുറകിലെന്നുള്ള കാര്യം അച്ഛൻ അറിയരുത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. എത്ര അധികം ഹാപ്പി ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. അങ്ങോട്ട് കൊണ്ട് കളിയാക്കലോ? ഇതിന് നാളൊന്നും ഇല്ലെന്ന്. കുഞ്ഞതാ, ഇവന് 17 വയസ്സില്ലേ ഉള്ളൂ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? 21. എനിക്ക് കുഞ്ഞാവയാ. പിഞ്ചു കുഞ്ഞാണല്ലേ. രണ്ടുപേരുടെ പേര് ഇപ്പൊ അൽസാബിത്തുനിന്നും പോയി ഇല്ലല്ലേ, ഞാൻ പേര് മറക്കൂലേ. അവളുടെ പേര് അൽസാബിത്തും പിന്നെ മെർലിന്റെ മറ്റൊരു പേരുണ്ടല്ലോ. അനന്യല്ലോ വയ്യ. എന്റെ ദൈവമേ, പേര് വേണ്ട. പേര് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വേറെ പേരിടാം. അനീന. ഇത് ഞങ്ങളുടെ ഒരു സെഗ്മെന്റ് ആണ്. ഞാൻ ഇങ്ങനെ തെറ്റിച്ചു പറയുന്നു, നിങ്ങൾ കണ്ടുപിടിക്കും. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇതൊരു സിനിമയുടെ പേരാണ്. വരച്ചാണെങ്കിൽ അതെന്താണ്? ഇത് പൊളിക്കും. ഇതൊന്നും മലയാ. വൃത്തികേട്. മലയാ. ഞാൻ അത്രക്കാരൻ നെഹിഹേ. മീശ മാധവനാ. ഞാൻ പോണ ആളെ മാറ്റി കഷ്ടപ്പെട്ടത് വെറുതെ ആയി. നീங்களும் அப்படி நினைச்சீங்க இல்லையா? ஆமா சார். പൂച്ച. പൂച്ചക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇത്ര ഇല്ല. കൂടാ തലക്ക് ചുറ്റും. മൂർഖനാ. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? തലക്ക് ചുറ്റും കൂടെയുള്ള മൃഗം ഏതത്? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. വന്ന കമന്റുകൾ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണേണ്. ഇവര് തമ്മിൽ ഇനി ശരിക്കും ഇഷ്ടത്തിലാണോ? മര്യാദയ്ക്ക് ജീവിക്കുന്ന ചെറുപ്പക്കാരെ പറ്റി നീ അപവാദം പറഞ്ഞു പറ്റൂല. ചിലവര് സ്വയം അത് സമാധാനിക്കുന്നുണ്ട്. അതിനൊന്നും ഉണ്ടാവില്ല, അവർ അഭിനയിക്കല്ലേ. പക്ഷെ പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം. മെർലിന്റെ കാര്യം പറയൂ. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല. അനിയ നിൽ. ഇവിടെ